നമസ്കാരം. ധാനിസ് പി സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LGC എക്സാം എഴുതാൻ പോകുന്നവർക്കും അതുപോലെ LDC, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തുടങ്ങിയ കേരള PSCയുടെ എക്സാംസിനെല്ലാം തന്നെ കേരള ഭൂശാസ്ത്രത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പതിവായി ഉണ്ടാകാറുണ്ട്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് അനുസരിച്ച് പുതിയ SCERT പാഠഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള പഴയ ചോദ്യങ്ങളുടെ കണ്ടൻറ്റാണ് നമുക്കിവിടെ ഉള്ളത്. പുതിയ ചോദ്യങ്ങൾ നോക്കാം. SCERT കണ്ടൻറ്റാണ്. ടെക്സ്റ്റിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? കേരളത്തിൻ്റെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? 560 കിലോമീറ്ററാണ്. തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ നീളം എത്രയാണ്? 580 കിലോമീറ്റർ. കടൽ തീരത്തിൻ്റെ നീളം എത്രയാണ്? 580 കിലോമീറ്റർ. എന്നാൽ മറ്റ് PSCയുടെ ഒരു ഉത്തരസൂചി അനുസരിച്ചിട്ട് 590 പറയുന്നുണ്ട്. 590 കിലോമീറ്റർ എന്നും കൂടി പറയുന്നുണ്ട്. ഇനി വിസ്തീർണം അനുസരിച്ച് കേരളത്തിൽ എത്ര സ്ഥാനമാണുള്ളത്? 21ാം സ്ഥാനമാണ് ഉള്ളത്. വിസ്തീർണം അനുസരിച്ച് കേരളത്തിന് 21ാം സ്ഥാനമാണ് ഉള്ളത്, അല്ലേ? കേരളത്തിൻ്റെ പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാണെന്ന് നമുക്കറിയാം. ഏത് കടലാണ്? അറബിക്കടലാണ്. പടിഞ്ഞാറ് അറബിക്കടലാണുള്ളത്, അല്ലേ? സംസ്ഥാനം ഏത്? വടക്കുള്ള സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് വടക്കുള്ള സംസ്ഥാനം എന്ന് പറഞ്ഞാൽ. തെക്ക് കിഴക്ക് ഭാഗത്തുള്ള സംസ്ഥാനം എന്താണ്? തമിഴ്നാടാണ് തെക്ക് കിഴക്ക് ഭാഗത്തുള്ള സംസ്ഥാനങ്ങൾ. ഇനി എന്നാൽ വേറൊരു ചോദ്യമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്. കിട്ടിയില്ലേ? ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്. തെക്കുന്ന് വടക്കോട്ട് പോകുന്ന രീതിക്ക്. അടുത്തത്, ഭൂപ്രകൃതി അനുസരിച്ചിട്ട് കേരളത്തെ എത്ര തരംതിരിക്കാൻ പറ്റും? 3ആയി തരംതിരിക്കാൻ പറ്റും. ഏതെല്ലാമാണത്? മലനാടെന്നും ഇടനാടെന്നും തീരപ്രദേശമെന്നുമാണ്. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്ര ആയി തിരിക്കാൻ പറ്റുന്നു? 3ആയി തിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിവയാണ്. ഓക്കെ. ഇനി മലനാടെന്ന് പറയുമ്പോൾ 48% ഉണ്ട്. അതായത് കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 48% എന്താണ്? മലനാടാണ്. അത് ഏകദേശം ഇവിടെ കാണുന്നുണ്ട്. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് മലനാട് വരിക. 48% ഉണ്ടത് കിഴക്ക് ഭാഗത്താണ് മലനാട് കാണുക. ഇനി അടുത്തത്, കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര. കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര ഏതാണ്? പശ്ചിമഘട്ടമാണ്, അല്ലേ? പശ്ചിമഘട്ടം നീളം എത്രയാണ്? 1600 കിലോമീറ്റർ ആണ്. പശ്ചിമഘട്ടം നീളം എത്രയാണ്? 1600 കിലോമീറ്റർ ആണ്. ഇനി പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? 1 ഗുജറാത്ത്, അല്ലേ? ഗുജറാത്ത്. അടുത്തത് മഹാരാഷ്ട്രയാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര. ദെൻ ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, ദെൻ തമിഴ്നാടും കേരളം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം എന്നിവയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഓക്കെ. ഇനി കേരളത്തിലെ നദികളുടെ ഉത്ഭവസ്ഥാനം എല്ലാം എന്താണ്? പശ്ചിമഘട്ടം തന്നെ. കേരളത്തിലെ നദികളുടെ ഉത്ഭവസ്ഥാനം ഏതൊക്കെയാണ്? പശ്ചിമഘട്ടമാണ്. അതുപോലെ തന്നെ 2012 പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്തത്. 2012 ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ പശ്ചിമഘട്ടം തിരഞ്ഞെടുത്തതെന്നാണ് 2012 ആകുന്നു. ഇനി ഈ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റി ഏതാണ്? ഏത് കമ്മിറ്റിയാണത്? ഏത് കമ്മിറ്റിയാണ്? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. ഓക്കെ. ഇനി ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്തിയ ഒരാളുണ്ട്. ആരാണത്? കസ്തൂരിരംഗൻ കമ്മിറ്റിയാണ്.
പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ കമ്മിറ്റി ആരാണ്? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. പശ്ചിമഘട്ടം ഓർക്കുമ്പോൾ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി ഓർക്കുക. ഇനി ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി, ആ കമ്മിറ്റിയെക്കുറിച്ച് അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുമല്ലോ അവർ. ആ റിപ്പോർട്ടിനെ കുറിച്ച് പഠിച്ചത് ആരാണ്? കസ്തൂരി രംഗനാണ്. കസ്തൂരി രംഗൻ കമ്മിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിക്ക് പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായി ടൈലർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ടൈലർ പ്രൈസ് ലഭിച്ച ആർക്കാണ്? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിക്ക് ടൈലർ പ്രൈസ്. അപ്പോൾ ടൈലർ പ്രൈസ് ഇപ്പോൾ എന്താണ്? പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമാണിത്. പരിസ്ഥിതി രംഗത്തുള്ള നേട്ടങ്ങൾക്ക് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന അന്താരാഷ്ട്ര പുരസ്കാരമാണിത് ടൈലർ പ്രൈസ് സമ്മാനം എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ആളാരായിരുന്നു? അത് കിട്ടിയത് ആർക്കാണ്? മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി അല്ലേ. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ട? എപ്പോഴും പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മുടെ കൊടുമുടികളെ കുറിച്ചാണ്. അടുത്തത് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആരാണ്? തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുമ്പോൾ അത് ആനമുടിയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും ആര് തന്നെയാണ്? ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആര് തന്നെയാണ്? ആനമുടിയാണ്. അപ്പോൾ ആനമുടിയുടെ നീളം എത്രയായിരിക്കണം? 2695 മീറ്ററാണ് ആരുടെ? ആനമുടിയുടെ ഉയരമെന്ന് പറയാം. 8842 ഫീറ്റ്. 8842 ഫീറ്റ്. ഓക്കെ, 2695 മീറ്ററുമാണ്. ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൂന്നാറിലാണ് ആനമുടി. ദേവികുളം താലൂക്ക് അല്ലേ, ദേവികുളം താലൂക്കാണ് ഇടുക്കി ജില്ലക്കൊക്കെ. ഇനി അടുത്തത് പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര ഏതാണ്? പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റത്ത് കാണപ്പെടുന്ന ആരാണ്? അഗസ്ത്യാർകൂടമാണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യവനം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് ഏതാണ്? അഗസ്ത്യവനമാണ്. ഇനിയും 2016 യുനെസ്കോയുടെ ലോക ജൈവ മണ്ഡല സംവരണ മേഖലയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ഈ അഗസ്ത്യവനത്തിനെയാണ്. അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കിനെയാണ് 2016 യുനെസ്കോയുടെ ലോക ജൈവമണ്ഡല സംവരണ മേഖലയായിട്ട് യുനെസ്കോയുടെ സംഭവം ഓർക്കുക. 2016 അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കിനാണ് ആ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലം ആര് തന്നെയാണ്? അഗസ്ത്യവനമാണ്. സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലം ആര് തന്നെയാണ്? അഗസ്ത്യവനമാണ്. അപ്പോൾ ഒന്നാമത്തെ ആരാണ് സംരക്ഷിത ജൈവമണ്ഡല സമ്മാനം കിട്ടുന്നത്? ഒന്നാമത്തെ ജൈവമണ്ഡലം ആരാണ്? നമ്മുടെ നീലഗിരിയാണ്. ഓക്കെ, നീലഗിരി ബയോസ്ഫിയർ റിസർവിനാണ്. കിട്ടിയില്ലേ? ഇനി അഗസ്ത്യാർകൂടം നമ്മൾ പഠിച്ചില്ലേ? അഗസ്ത്യാർകൂടം അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നെടുമങ്ങാടാണ്. അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്ന താലൂക്കാരാണ്. നെടുമങ്ങാട് എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ല. അഗസ്ത്യാർകൂടം, നെടുമങ്ങാട്, തിരുവനന്തപുരം ജില്ലയാണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ ഉയരം കൂടിയ മല ഏതായിരിക്കണം? രണ്ടാമത്തെ ഉയരം കൂടിയ മല അല്ലേ, കൊടുമുടി ഏതാണ്? മീശപ്പുലി മലയാണ്. രണ്ടാമത്തത് മീശയ്ക്കാണ്. ഇടുക്കി ജില്ലയിലാണ്. 2640 മീറ്ററാണ്. 2640 മീറ്ററാണ്. സെക്കൻഡ് പ്രൈസ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ഒരു എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളാണിവ. ഈ കേരള ഭൂമിശാസ്ത്രത്തിൽ എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ കടൽ തീരം കണ്ണൂരാണ്. കുറവ് കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കൊല്ലമാണ്. കടൽ തീരമില്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? മുഴുപ്പിലങ്ങാടി ബീച്ച് ചോദിക്കുന്ന എപ്പോഴും. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? മുഴുപ്പിലങ്ങാടി ബീച്ചാണ്. ഓക്കെ, എന്നാലും പശ്ചിമഘട്ടത്തിലെ ചുരങ്ങൾ എത്ര ഉണ്ട് ആകെ? പശ്ചിമഘട്ടം ചുമ്മാ ചോദിച്ചാൽ എത്ര ഉണ്ട്? 16 ഉണ്ട് കേട്ടോ. 16 ഉണ്ട്. നെക്സ്റ്റ് നദികളെ കുറിച്ച് നോക്കാം. എന്താണെന്ന് നോക്കാം. നദികൾ
എത്ര നദികളുണ്ട് ആകെ? കേരളത്തിൽ നദികളുടെ എണ്ണം ആകെ എത്രയാണ്? എപ്പോഴും ചോദിക്കും. 14 നദികളാണ് അല്ലേ. പടിഞ്ഞോട്ട് പോകുന്ന നദികൾ ഏതൊക്കെയാണ്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? 41 അല്ലേ. സോറി, ഇവിടെ 14ആണോ? സോറി കേട്ടോ, 44ആണ്. പ്രിൻ്റഡ് ആണ്. കേരള നദികളുടെ എണ്ണം 44ആണ്. പടിഞ്ഞോട്ട് പോകുന്ന എത്രയാണ്? 41. കിഴക്കോട്ട് ഒഴുകുന്ന എത്ര എണ്ണം ഉണ്ട്? 33 അല്ലേ. 41, 3, 44ആണ് നമുക്കറിയാം. സോ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? 41. ആകെ നദികൾ എത്ര ഉണ്ട്? 44. എപ്പോഴും ചോദിക്കുന്നതാണ്. കിഴക്കോട്ട് പോകുന്നത് 3. ഏതൊക്കെയാണിത്? കബനി, ഭവാനി, പാമ്പാർ. ഓക്കെ. ഇനി നീളം കൂടിയ നദി ഏതാണ്? കേരളത്തിലെ നീളം കൂടിയ നദി ഏതൊക്കെയാണ്? കേരളത്തിലെ നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. 244 കിലോമീറ്ററാണ് അതിൻ്റെ നീളം പറഞ്ഞേക്കുന്നത് അല്ലേ. ഇനി ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്നത് കേരളത്തിലെയാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ആര് തന്നെയാണ്? പെരിയാറാണ്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി ഏത് തന്നെയാണ്? പെരിയാറാണ്. ഈ പെരിയാറിൻ്റെ പോഷക നദി ഏതൊക്കെയാണ്? മുല്ലയാറും മുതിരപ്പുഴയാറ് ചെറുതോണിയാറും ഒക്കെയാണ്. മുല്ലയാറ്, മുതിരപ്പുഴയാറ്, ചെറുതോണിയാറും ഒക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. ഓക്കെ. ഇനി ഈ പെരിയാർ ഒഴുകുന്ന നദികൾ അല്ലേ, ഈ നദി ഒഴുകുന്ന ജില്ല ഏതൊക്കെയാണ്? പെരിയാർ നദി പോകുന്ന ജില്ല ഏതൊക്കെയാണ്? ഏതൊക്കെ? ഇടുക്കിയും ചോദിക്കുന്ന കേട്ടോ. ഇടുക്കിയും എറണാകുളവുമാണ്. LGS പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടുക്കിയും എറണാകുളവുമാണെന്ത്? ഈ പെരിയാർ ഒഴുകി പോകുന്ന നദി ഇല്ല, ആ നദി പോകുന്ന സ്ഥലം ഇടുക്കിയും എറണാകുളവുമാണ്. പെരിയാർ, ഇടുക്കി, എറണാകുളമാണ്. ഇടുക്കി, എറണാകുളം അല്ലേ. ഇതിന് തീരത്തുള്ള പട്ടണം ഏതൊക്കെയാണ്? മലയാറ്റൂർ പട്ടണം, ആലുവയും കാലടി. നമുക്കല്ലേ ആലുവയും കാലടി ഓർത്തിരിക്കാം. ആലുവ, കാലടി, മലയാറ്റൂരും ആലുവയും കാലടിയുമാണ് പെരിയാറിൻ്റെ തീരത്തുള്ള പട്ടണങ്ങൾ. ഓക്കെ. ഇനി രണ്ടാമത്തെ നദി കേരളത്തിലെ ഏതാണ്? രണ്ടാമത്തെ നദി കേരളത്തിൽ എന്ന് പറയാം നമുക്ക്. ഭാരതപ്പുഴയാണ് കേട്ടോ. ഭാരതപ്പുഴയാണ് കേരളത്തിലെ രണ്ടാമത്തെ നദികൾ എന്ന് പറഞ്ഞു അല്ലേ. ഭാരതപ്പുഴ 209 കിലോമീറ്ററാണ്. ഭാരതപ്പുഴയ്ക്കുള്ള 209 കിലോമീറ്ററാണ് ഭാരതപ്പുഴ. രണ്ടാമത്തെ സ്ഥാനമാണ് അതിന് ഉള്ളതില്ലേ. ഭാരതപ്പുഴ ഉത്ഭവസ്ഥാനം എവിടേക്കാണ്? ഭാരതപ്പുഴ ഉത്ഭവസ്ഥാനം ഇവിടെ ഉണ്ടല്ലേ. ഓക്കെ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ആരാണ്? ഭാരതപ്പുഴയാണ്. 209 കിലോമീറ്ററാണ് അതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ. ഉത്ഭവം ആനമല അല്ലേ. ഏതൊക്കെ ജില്ലകളിലൂടെ അത് പോകുന്നു? തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകിപ്പോകും അല്ലേ. അതിന് തീരത്തുള്ള പട്ടണങ്ങൾ ഏതൊക്കെയെന്ന് വെറുതെ പറയാം. ഏതൊക്കെയാണത്? പട്ടാമ്പി, പൊന്നാനി, കുറ്റിപ്പുറം. പാലക്കാട് എന്ന് പറയുമ്പോൾ അതൊക്കെ അല്ലേ. പട്ടാമ്പി, പൊന്നാനി, കുറ്റിപ്പുറം, ചെറുതുരുത്തി, തിരുനാവായക്കൂടൊക്കെയാണ് ഭാരതപ്പുഴ ഒഴുകിപ്പോകുന്ന പട്ടണങ്ങൾ അല്ലേ. ഇനി ഇതിൻ്റെ പോഷക നദി ആരൊക്കെയാണ്? ഗായത്രിപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, തൂതപ്പുഴ. ഗായത്രി, കണ്ണാടി, കൽപ്പാത്തി, തൂതയാണ് ഈ ഇതിൻ്റെ ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദി അല്ലേ. മാമാങ്കം നടത്തുന്ന നദി ഏതാണ്? മാമാങ്കം ഭാരതപ്പുഴയിലാണ്. തീരത്താണ് എന്ത് കിടക്കുക? പണ്ട് മാമാങ്കം എന്ന് പറഞ്ഞാൽ ഒരു പരിപാടി ഉണ്ടല്ലേ, സിനിമയല്ല. ആ മാമാങ്കം ഒരു കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ 12 വർഷം കൂടുമ്പോഴൊക്കെ നടത്തിക്കൊണ്ടിരുന്നൊരു ആഘോഷമാണത് മാമാങ്കം എന്ന് പറയും അല്ലേ. ഇനി വേറെ സ്ഥലമുണ്ട് പൊന്നാനി. ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേർന്ന ഭാഗമാണ് പൊന്നാനി. ഇത് പഠിച്ചു വെച്ചു. ഭാരതപ്പുഴ അറബിക്കടലിനോട് ചേർന്ന ഭാഗമാണെന്ത്? പൊന്നാനി. ഇനി നമ്മുടെ മെട്രോമാൻ ഒരാളുണ്ടല്ലോ, ഈ ശ്രീധരൻ എന്ന് പറയില്ലേ, മെട്രോമാൻ ഈ ശ്രീധരൻ. അദ്ദേഹം ആരംഭിച്ച ഭാരതപ്പുഴ പുനരുജ്ജീവന കൂട്ടായ്മയുണ്ട്. അതിന് പറയുന്ന പേരാണ് ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ എന്ന് പറയും. ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ എന്നാണ് പറയുക അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ടായിരുന്നു. ചോദ്യമാണിത്. പെരിയാറിൻ്റെ പോഷക നദി ഏതാണ്? മുതിരപ്പുഴയുണ്ട്, ചാലിപ്പുഴയുണ്ട്, മഞ്ചേശ്വരം പുഴ. മലയാളത്തിൽ എഴുതാനുള്ള പ്രയാസം കൊണ്ട് മഞ്ചേശ്വരം പുഴയാണിത്. കാഞ്ഞിരപ്പുഴയാണ് കേട്ടോ. ടൈപ്പിങ്ങിലും മലയാളത്തിലും അങ്ങോട്ട് വരുന്നില്ല. അതാണ് മഞ്ചേശ്വരം പുഴ. ഇതാണ് മഞ്ചേശ്വരം. മുതിരപ്പുഴയാണ് ആൻസർ. പ്രധാന പോഷക നദി അപ്പോൾ ആരാണ്? മുതിരപ്പുഴയാണ്. ഓക്കെ ആയില്ലേ. ഇനിയും അതിനകത്ത് വരുന്നതിൽ അതും കഴിഞ്ഞു. അടുത്തൊരു ഇതുണ്ട്, എന്താ പറയുക. അപ്പോൾ സെക്കൻഡ് കഴിഞ്ഞു. മൂന്നാമത്തെ നീളം കൂടി നദി ആരും അതോടെ പറഞ്ഞ് നമുക്ക് നിർത്താം അല്ലേ. മൂന്നാമത്തെ നീളം കൂടി നദി അതാ കേരളത്തിൻ്റെ പമ്പയാണ് അല്ലേ. പമ്പയാർ എന്ന് പറയില്ലേ. 176 കിലോമീറ്ററാണ് മൂന്നാമത്തെ നദി അല്ലേ. അപ്പോൾ നാലാമത്തെ ആരാണ്? ചാലിയാർ, സ്വർണം കാണുന്ന സ്ഥലം അല്ലേ. ചാലിയാർ നദി, അതിന് 169 കിലോമീറ്റർ ഉള്ളത്. പമ്പയ്ക്ക് 176, ഇത് 169. മൂന്നാമത്തെ സ്ഥാനം ഇവർക്ക് 4 ചാലിയാറിനുമാണ് അല്ലേ.
മാലമൺ കൺവെൻഷൻ നടക്കുന്ന എവിടെയാണ്? പമ്പയിലാണ് അല്ലേ. പിന്നെ അവിടെ വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, എന്താണ്? പെരുന്തേനരുവി വെള്ളച്ചാട്ടം. പെരുന്തേനരുവി വെള്ളച്ചാട്ടം പമ്പയിൽ. പമ്പയുടെ ദാനവരാണ്? കുട്ടനാടാണ്. ഇപ്പോൾ ഉള്ളത് ആറന്മുള വള്ളംകളി നടന്ന എവിടെയാണ്? പമ്പയാണ് അല്ലേ. ശരിയല്ലേ? രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് പമ്പയിലാണ്. നമുക്ക് ചാലിയാർ പറയുമ്പോൾ സ്വർണ്ണം എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതായത് സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ നദീതീരമാണെന്ത്? ചാലിയാർ അല്ലേ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ നദീതീരമാണെന്ത്? ചാലിയാർ അല്ലേ. ഈ ഉത്ഭവസ്ഥാനം ചോദിച്ചിട്ടുണ്ട് എപ്പോഴും. എവിടെ ഉത്ഭവസ്ഥാനം ചാലിയാറിൻ്റെത്? ഇളമ്പലേരിക്കുന്ന്. ഇളമ്പലേരിക്കുന്നാണ് എൻ്റെ ഉത്ഭവസ്ഥാനം. അത് വയനാടാണ്. ഓക്കെ, വയനാടാണ് എൻ്റെ ഉത്ഭവസ്ഥാനം. ഇളമ്പലേരിക്കുന്ന്. വളരെ ചെറിയ കണ്ടൻറ്റാണ്, ചെറിയ ചെറിയ പോർഷൻസ് നമുക്ക് വീണ്ടും വിടാം അല്ലേ. ചാലിയാറിൻ്റെ തീരത്തുള്ളൊരു എന്താ പറയുക പട്ടണമുണ്ട്. ആരാണ്? ചാലിയാർ തീരത്തുള്ള പട്ടണം ഫറൂഖാണ്. കോഴിക്കോടിൻ്റെ ഫറൂഖ്, നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ഫറൂഖ് തടികളൊക്കെ കിടക്കുന്ന സ്ഥലം ഫറൂഖാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം കൂടെ. കേരളത്തിലെ നദികളിൽ ഏറ്റവും മലിനീകരണം കുറവ്, ഏറ്റവും മലിനീകരണം കൂടിയ നദി ഏതാണ്? കൂടിയ നദി ആരാണ്? മലിനീകരണം കൂടിയ നദി ചാലിയാർ തന്നെയാണ്. എന്നാൽ കുറഞ്ഞതാരാണ്? കുന്തിപ്പുഴയാണ്. കുറഞ്ഞതാരാണ്? കുന്തിപ്പുഴ. അപ്പോൾ അഞ്ചാമത്തെ ഒരാളുണ്ട് ഇവിടെ. നമ്മുടെ നദികളിൽ 5ാം സ്ഥാനക്കാരൻ ആരാണ്? ചാലക്കുടിപ്പുഴ അല്ലേ. നമ്മൾ കലാഭമണി ഓർക്കാം. ചാലക്കുടിപ്പുഴയാണ്. അത് 145.5 ഒക്കെ ഉള്ളൂ കിലോമീറ്റർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള നദിയാണ് ചാലക്കുടിപ്പുഴ. ഇന്ത്യയിലേക്കും ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ളതാണ് ചാലക്കുടിപ്പുഴ. കലാഭമണിയുടെ സ്ഥലം കേട്ടോ. ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യം, പ്രകൃതി രമണീയം, ജൈവവൈവിധ്യമുള്ള നാടാണ് പുഴയാണിത് ചാലക്കുടിപ്പുഴ. അവിടുത്തെ വെള്ളച്ചാട്ടം ഏതൊക്കെയാണ്? ആതിരപ്പള്ളി വെള്ളച്ചാട്ടം, വാഴച്ചാലും, പെരിങ്ങൽകൂത്തും കേട്ടോ. ഈ ആതിരപ്പള്ളി ആരാണ്? കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം എന്ത് തന്നെയാണ്? ആതിരപ്പള്ളിയാണ്. അപ്പോൾ ചാലക്കുടിപ്പുഴയിലാണുള്ളത്. ആതിരപ്പള്ളി, വാഴച്ചാലും, പെരിങ്ങൽകൂത്തും ഇവിടുത്തെയാണ് ചാലക്കുടിപ്പുഴയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ്. അപ്പോൾ ഈ ആതിരപ്പള്ളി എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് എന്ത്? ആതിരപ്പള്ളി എന്ന് പറഞ്ഞാൽ അല്ലേ. അത് കഴിഞ്ഞു. ഇനി ഏറ്റവും ചെറിയ നദി കേരളത്തിലെ ആരാണ്? 16 കിലോമീറ്റർ ഉള്ള ആരാണത്? മഞ്ചേശ്വരം പുഴ. ഓക്കെ, അടുത്ത ഭാഗവുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായിട്ട് വന്ന് സബ്സ്ക്രൈബ് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.